ഇതെല്ലാം ഞാൻ പഠിച്ചതായിരുന്നു. മറന്നു പോകാണ്ടിരിക്കാനായിട്ട് റിവൈസ് വരെ ചെയ്തതാണ്. എന്നിട്ടും എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ സ്റ്റക്കായിപ്പോയി. പഠിച്ചതൊന്നും തന്നെ എനിക്ക് ഓർത്തെടുക്കാനേ പറ്റിയില്ല. ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ? അതായത് പഠിച്ചു ആൻഡ് പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാണ്ടിരിക്കാൻ റിവൈസും ചെയ്തു, ബട്ട് സ്റ്റിൽ പഠിച്ച കാര്യങ്ങളൊന്നും തന്നെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിനുള്ള കാരണം നമ്മൾ റിവൈസ് ചെയ്തു എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ ആ റിവൈസ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് ശരിയാണോ? ഓക്കെ, നമുക്ക് നോക്കാം. അതായത് ഈ റിവൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും, പാസീവ് ആൻഡ് ആക്റ്റീവ്. പാസീവ് റിവൈസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യം റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബുക്ക് അല്ലെങ്കിൽ ആ ഒരു നോട്ട് എടുക്കുന്നു, ദെൻ നമ്മൾ പഠിച്ച അതേ കാര്യങ്ങൾ ജസ്റ്റ് വായിച്ചു പോകുന്ന രീതിയാണ് നമ്മൾ പാസീവ് റിവൈസിങ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി അത് തന്നെയാണ്. റിവൈസ് ചെയ്യാന്നുള്ള പേരിൽ നമ്മൾ ആ ഒരു നോട്ട് അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് എടുക്കുന്നു, ആ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ വായിച്ചു പോകുന്നു, ആൻഡ് നമുക്ക് തോന്നുന്നു ഇതൊക്കെ നമുക്ക് അറിയാമെന്ന്. ഈ ഒരു സ്റ്റേറ്റിനെ നമ്മൾ ഇല്യൂഷൻ ഓഫ് കോമ്പറ്റൻസ് അല്ലെങ്കിൽ ഫെമിലാരിറ്റി ബയാസ് എന്ന് പറയും. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു കാര്യം നമ്മൾ വീണ്ടും വായിക്കുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് അറിയാമെന്നുള്ളൊരു തോന്നൽ വരും. എന്നാൽ സത്യത്തിൽ നമുക്കത് കൃത്യമായിട്ട് റീകോൾ ചെയ്യാനോ അല്ലെങ്കിൽ എഴുതാനോ അപ്ലൈ ചെയ്യാനോ ഒന്നും തന്നെ അറിയണമെന്നില്ല. ഇതാണ് പാസീവ് റിവൈസിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ആൻഡ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് റിവൈസ് ചെയ്യുന്നതുകൊണ്ടാണ് പലരും പറയുന്നത് പഠിച്ചതാണ്, റിവൈസ് ചെയ്തതാണ് ആൻഡ് സ്റ്റിൽ കാര്യങ്ങൾ മറന്നു പോകുന്നത്. ഇവിടെയാണ് നമ്മൾ ഈ ഒരു പാസീവ് റിവൈസിങ്ങിന് പകരമായിട്ട് മറ്റൊരു മെത്തേഡ് ഉപയോഗിച്ച് റിവൈസ് ചെയ്യേണ്ടത്. അതിനെ നമ്മൾ ആക്റ്റീവ് റീകോൾ എന്ന് പറയും. ആൻഡ് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് റിവൈസ് ചെയ്യുകയെന്ന് വെച്ചാൽ, നിങ്ങൾ ആ പഠിച്ച നോട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് അതൊന്നും തന്നെ എടുക്കാണ്ട് അതങ്ങോട്ട് മാറ്റി വെക്കുക. ദെൻ മറ്റൊരു ഷീറ്റോ അല്ലെങ്കിൽ പേപ്പറോ എടുത്ത് നിങ്ങൾ ആ പഠിച്ച ടോപ്പിക്ക് മുഴുവനായിട്ട് നിങ്ങൾ അതിൽ എഴുതി വെക്കുക. അങ്ങനെ എഴുതുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തെത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ സ്റ്റക്കായി പോകും, നമുക്ക് പിന്നീട് അങ്ങോട്ട് ഓർക്കാൻ പറ്റാതെ അല്ലെങ്കിൽ എഴുതാൻ കിട്ടാണ്ട് വരും. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എവിടെയാണോ ആ സ്റ്റക്കായി പോകുന്നത് അവിടെ തൊട്ടാണ് ശരിക്കും നമ്മൾ റിവൈസ് ചെയ്യേണ്ടത്. കാരണം അന്ന് നമ്മൾ പഠിച്ച സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് കൃത്യമായിട്ട് എഴുതാൻ കിട്ടിയത്. അതേസമയം എവിടെയാണ് നമ്മൾ സ്റ്റക്കായി പോയത് ആ ഏരിയാസാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒട്ടും നമ്മുടെ മനസ്സിൽ നിൽക്കാത്തതും നമ്മളെപ്പോഴും മറന്നു പോകുന്നതുമായിട്ടുള്ള ഏരിയ. അപ്പോൾ ആ ഭാഗമാണ് നമ്മൾ കൂടുതലായിട്ട് പോളിഷ് ചെയ്തെടുക്കേണ്ടത്. സോ ഇങ്ങനെ ഈ ആക്റ്റീവ് റീകോൾ ചെയ്യുന്നത് വഴി നമുക്ക് ആ ഒരു നമ്മുടെ വീക്കായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മറന്നു പോകുന്ന ആ ഏരിയ ഏതാണെന്ന് കണ്ടുപിടിക്കാനും അത് കൃത്യമായിട്ട് പഠിക്കാനും ആ ഒരു ടോപ്പിക് തന്നെ ക്ലിയർ ആയിട്ട് എക്സാമിന് എഴുതുന്ന രീതിയിൽ അല്ലെങ്കിൽ മറക്കാത്ത രീതിയിലോട്ട് മാറ്റാനും നമുക്ക് സാധിക്കും. സോ ആക്റ്റീവ്ലി റീകോൾ ചെയ്യാൻ ശ്രമിക്കുക, അല്ലാതെ പാസീവ്ലി ചുമ്മാ അത് വായിച്ചു പോയി കഴിഞ്ഞാൽ എവിടെയാണ് നിങ്ങൾക്ക് ഈ സ്റ്റക്ക് ആവുന്നത്, എവിടെയാണ് നിങ്ങൾ ഈ മറന്നു പോകുന്നത് പോലും കണ്ടുപിടിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. സോ ട്രൈ ടു ഫോളോ ആക്റ്റീവ് റീകോളിംഗ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.